നമസ്കാരം. ഇന്ന് നടന്ന ASMന്റെ 10 ക്വസ്റ്റ്യൻ നോക്കിയാലോ? മാത്സ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യഥാക്രമം ഒന്നാമത്തെ ചോദ്യം. യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. ഓക്കെ, ഒറ്റ പോയിന്റ് പറഞ്ഞോട്ടെ. കുറെ മണികൾ ഇങ്ങനെ ഒരുമിച്ചടിക്കുന്നു. പിന്നീട് ഒരുമിച്ചടിക്കുന്ന സമയം കണ്ടെത്തണം. ഒറ്റ വഴിയുള്ള LCM എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, കുറെ മണികൾ ഒരുമിച്ച് മുഴങ്ങുന്നു. പിന്നീട് ഇത് ഒരുമിച്ച് മുഴങ്ങാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ എത്ര മണിക്കാണ് ഒരുമിച്ച് മുഴങ്ങുന്നത് എന്നൊക്കെ കണ്ടെത്താൻ നിങ്ങൾ ഇതിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. തുടരാം. യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. ഓക്കെ, രാവിലെ 8 മണിക്ക് 3 മണികൾ ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? അപ്പൊ നിങ്ങൾ ഈ 10, 15, 24 മിനിറ്റ് കൂടപ്പോഴാണല്ലോ എല്ലാം ഒരുമിച്ച് മുഴങ്ങുന്നത്. അപ്പൊ ഇതിന്റെ കോമൺ മൾട്ടിപ്പിളിന്റെ ചെറുത് കണ്ടുപിടിച്ചാൽ മതി. LCM കണ്ടുപിടിച്ചാൽ മതി. LCM. അപ്പം 10നെയും നമുക്ക് 24നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തൂടെ. അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 5. 15നെ പറ്റത്തില്ല. 24നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 12. ഇനി വീണ്ടും നിങ്ങൾക്ക് ഈ 5നെയും 15നെയും 5 കൊണ്ട് ഹരിച്ചൂടെ. അപ്പൊ 5 കൊണ്ട് ഹരിച്ചോ. 5നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1, 15നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3, 12നെ 5 ആയിട്ട് പറ്റുമോ? ഇല്ല. പിന്നെ ഈ 3നെ 12നെ നിങ്ങൾക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പം 1നെ ഹരിക്കാൻ പറ്റത്തില്ല, താഴോട്ട് വെക്കണം. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 12നെ 3 ആയിട്ട് ഹരിച്ചാൽ 4. ഇനി വട്ടം കിടക്കുന്നത്, ഇനി രണ്ടെണ്ണത്തിനെങ്കിൽ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഇല്ലാത്ത പക്ഷം നിങ്ങൾ വട്ടം കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് LCM കിട്ടും. ഇപ്പൊ 2 × 5 × 3 × 1 × 1 × 4. 1 എടുക്കണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ ചുമ്മാ എടുത്തന്നേ ഉള്ളു. ഇപ്പൊ 2 × 5 10 ആണ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. 3 × 4 12, ഒന്നും നോക്കണ്ട. 12 × 10 120. അതായത് 120 മിനിറ്റ് ആണ്. ഇതിന്റെ യൂണിറ്റ് ഇവിടെ വരത്തുള്ളേ. അപ്പൊ 10, 15, 24 മിനിറ്റ് അല്ലേ. അപ്പൊ 120 മിനിറ്റ് കഴിയപ്പോൾ ഇത് വീണ്ടും ഒരുമിച്ചടിക്കും. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്, എത്ര മണിക്കൂറാ? 60 മിനിറ്റാ 1 മണിക്കൂർ. അപ്പൊ 120 മിനിറ്റ് 2 മണിക്കൂർ അല്ലേ. മീൻസ് 2 മണിക്കൂർ കഴിയപ്പം ഇത് ഒരുമിച്ചടിക്കും. അപ്പൊ ഇത് ആൾറെഡി ഒരുമിച്ചടിച്ചത് സമയം രാവിലെ 8 മണിയാണ്. അപ്പൊ രാവിലെ 8 മണിക്ക് ഒരുമിച്ചടിച്ചാൽ പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇത് ഒരുമിച്ചടിക്കും. മീൻസ് 8 മണിയിൽ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര മണിയാ? 10 മണിയല്ലേ. അപ്പൊ 10 മണിക്ക് ഇത് ഒരുമിച്ചടിക്കും. പിന്നെ 12 മണിക്ക് അടിക്കും. പിന്നെ 12 മണി കഴിഞ്ഞിട്ട് 1, 2 മണിക്ക് അടിക്കും. അങ്ങനെ 2 മണിക്കൂർ കൂടെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ D ആണ്, രാവിലെ 10 മണി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. 0.003 × 0.45 / 0.009. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദശാംശ സംഖ്യകളുടെ ഹരണം. അപ്പൊ അതിനകത്ത് നിങ്ങൾ മുകളിലും താഴെ ടോട്ടലി എത്ര ദശാംശത്തിന് ശേഷം എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കണം. അപ്പൊ മേളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. 1, 2, 3, 4, 5. മൊത്തത്തിൽ എണ്ണം എടുത്താൽ മതി. മേളിൽ 5 എണ്ണം ഉണ്ട്. താഴെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. ഡെസിമലിന് ശേഷം 1, 2, 3. താഴെ 3 എണ്ണം ഉണ്ട്. നിങ്ങൾ ആദ്യം മേളിലും താഴെയും ദശാംശത്തിന് ശേഷം ടോട്ടലായിട്ട് എണ്ണപ്പം തുല്യമാണോ എന്ന് നോക്കണം. തുല്യമല്ല. എവിടാണ് കുറവ്? താഴല്ലേ കുറവ്. താഴെ 3 എണ്ണേ ഉള്ളു. മേളിനെ അപേക്ഷിച്ചപ്പോൾ താഴെ എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? 2 എണ്ണത്തിന്റെ കുറവ്. അപ്പൊ നിങ്ങൾ താഴത്തെ സംഖ്യയുടെ എവിടെയെങ്കിലും ഒരു 2 0 വെച്ചു കൊടുത്താൽ മതി. ചുമ്മാ വെച്ചു കൊടുക്കണം. ഇനി നിങ്ങൾ എണ്ണി നോക്കുക. 1, 2, 3, 4, 5. മേളി 5. താഴോ 1, 2, 3, 4, 5. താഴെ 5. മേളിലും താഴെ സെയിം ആണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആ ദശാംശം എടുത്താൽ കളയാം. ദശാംശം ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ദശാംശം ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇനി ഒരേ ഉത്തരവായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ദശാംശം നമ്മളെടുത്ത് കളയുവാണ്. ഈ ദശാംശം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആദ്യം നിൽക്കുന്ന 0-നും പോയിന്റിനും ഒന്നും വിലയില്ല, 3 എന്ന് വരും. ഈ ദശാംശം എടുത്ത് കളഞ്ഞാൽ പിന്നെ 45 വരും. ഈ ദശാംശം ആദ്യം നിൽക്കുന്ന 0-നൊന്നും വിലയില്ല, 900 എന്ന് വരും. 900 എന്ന് പറഞ്ഞാൽ 9 × 100 നമുക്കൊന്ന് എഴുതാം. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ 9ഉം ഈ 45 കൂടെ കട്ട് ചെയ്യാം. 9നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 45 കിട്ടും? 9 5 അല്ലേ. അപ്പൊ 9 × 5 ആണ് 45. ഇനി 3 × 5 15 മേളി വരും. താഴെ എന്തുകൊണ്ട്? 100. അപ്പൊ 15നെ 100 കൊണ്ട് ഹരിക്കാൻ എളുപ്പമല്ലേ. 2 സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. 1, 2. 2 സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യുക, ഇവിടെ വരും. അപ്പൊ 0.15 എന്ന് വരും. 0.15. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, ഓപ്ഷൻ B. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. 108 കിലോമീറ്റർ പെർ മണിക്കൂർ 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത ഡാഷിന് സമാനമാണ്. ഓപ്ഷൻ നോക്ക്. 35 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ 108നെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് കിലോമീറ്റർ പെർ അവറിൽ കിടക്കുക.
അപ്പൊ കിലോമീറ്റർ പെർ അവറിൽ കിടക്കുന്ന ഒരു സാധനത്തിനെ നിങ്ങൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡ് ആവും. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് ഗുണിക്കപ്പം അത് മീറ്റർ പെർ സെക്കൻഡ് ആവും. ഈ നമ്പർ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ 108 കിലോമീറ്റർ പെർ അവർ ആണ്. അതിനെ ഞാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതിന്റെ യൂണിറ്റിന് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 18ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ 108? ആണ്. 18 ഇൻറ്റു 8 ഒന്ന് അടിച്ചു നോക്ക്. 8 വേണ്ട, 6 അടിച്ചാൽ മതി കേട്ടോ. 6 8 48, 4 6 6 6 4 10, 108 അല്ലേ? അപ്പൊ ഈ 18ഉം 108 കൂടെ കട്ട് ചെയ്ത് 6 എന്ന് കിട്ടും. 6 ഇൻറ്റു 5 അപ്പൊ എത്ര വരും? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പൊ 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 4ാമത്തെ ചോദ്യം. 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? 16 പുരുഷന്മാർ 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കുമെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ 16 പേര് 30 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 24 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എല്ലാം കണ്ടെത്താൻ ഇത് നേരിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 16 ഇൻറ്റു 30 ചെയ്യുന്നു, 24 കൊണ്ട് ഹരിക്കുന്നു. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉറപ്പായിട്ട് 24 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കിട്ടും. ഈ 16നെ 24നെ നമുക്ക് 8 വെച്ച് കട്ട് ചെയ്യാം. 16 എത്ര 8 ഉണ്ട്? 2 അല്ലേ? 24 എത്ര 8 ഉണ്ട്? 3 അല്ലേ? 24നെ 8 കൊണ്ട് ഹരിച്ചതാണ് 3. 16നെ 8 കൊണ്ട് ഹരിക്കപ്പോൾ 2. ഈ 3ഉം 30 കൂടെ കട്ട് ചെയ്യാം. എത്ര കിട്ടും? 10. അപ്പൊ 2 ഇൻറ്റു 10 ഫൈനലി നമുക്ക് 20 ദിവസം എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഉത്തരം. 5ാമത്തെ ചോദ്യം. 24 സെന്റിമീറ്റർ ഉയരവും 6 സെന്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ഗോളത്തെ ഉരുക്കി, ശ്രദ്ധിക്കണം, അല്ല ഗോളമല്ലല്ലോ, ഒരു കോണിനെ ഉരുക്കി, കോണിതാ, ഒരു കോണിനെ ഉരുക്കി എന്തിലോട്ട് കൺവേർട്ട് ചെയ്ത്? ഒരു ഗോളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത്. ഗോളമാണ് കേട്ടോ, ഗോളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത്. അപ്പൊ ഈ സാധനം ഒരുക്കി ഈ സംഭവം ആക്കപ്പം അവിടെ ഈക്വൽ ആവുന്നത് യഥാർത്ഥത്തിൽ എന്റെ വോളിയം, അതിനകത്ത് ഉൾക്കൊള്ളുന്ന കണ്ടന്റ്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 പൈ r²h ആണ്. ഇതാണ് കോണിന്റെ വോളിയം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് റേഡിയസും ഇത് ഹൈറ്റും ആവുമ്പോഴാട്ടോ. അപ്പൊ ഇതിന്റെ റേഡിയസ് ഞാൻ തൽക്കാലം ക്യാപിറ്റൽ ലെറ്റർ R എന്നങ്ങ് ഉപയോഗിക്കുക. അപ്പൊ ഗോളത്തിന്റെ വോളിയം എന്തുവാ? ഗോളത്തിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ r³ ആണ്. r³. അപ്പം ഒരു കോൺ ഉരുക്കി ഒരു സ്പിയർ നിർമ്മിച്ചാൽ, ഒരു കോൺ ഉരുക്കി ഒരു ഗോളം നിർമ്മിച്ചാൽ അവിടെ ഈക്വൽ ആവുന്നത് വോളിയമാണ്. ഇപ്പൊ രണ്ടിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും. ശരിയാണേ. ഇനി നമുക്ക് അപ്പുറം ഇപ്പുറമുള്ള ഈ /3 തൽക്കാലം കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. ഈ പയ്യനെയും തൽക്കാലം കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ബാക്കിയുള്ളിടത്തോട്ട് ഇതിന്റെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. കോഡിന്റെ 6 വെച്ചും തന്നിട്ടുണ്ടോ? ഉണ്ട്. 24 സെന്റിമീറ്റർ ഉയരം എന്നുവെച്ചാൽ h 24 ആണ് കോണിന്റെ കേസിൽ. 6 സെന്റിമീറ്റർ ബേസ് റേഡിയസ്. അപ്പം 6 എന്ന് പറഞ്ഞാൽ 6 തന്നെ അല്ലേ? 6 സെന്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോണിന്റെ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. ഇതിനെ ഒരുക്കിയാണ് ഗോളമാക്കുന്നത്. റേഡിയസ് എത്ര എന്നാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കിയാലോ. r² ആണേ. r² r എത്ര? 6 ആണ്. അപ്പൊ 6 ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് എത്ര? 24. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു r³ r എന്ന് പറഞ്ഞാൽ എത്ര? r³ അറിഞ്ഞൂടാ, കണ്ടുപിടിക്കണം. സ്പിയറിന്റെ റേഡിയസ് 6 കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 4ഉം ഈ 24 കട്ട് ചെയ്യും. ഇൻറ്റു ചെയ്തേക്കുന്ന 4 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 24/4 6 എന്ന് കിട്ടും. അപ്പൊ 6 ഇൻറ്റു 6 ഇൻറ്റു 6 മീൻസ് 6ന്റെ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ r³ എന്ന് വരും. അപ്പൊ ഈ 3 കൂടെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ നമുക്ക്? രണ്ടിടത്തും ക്യൂബാ. അപ്പൊ 6ന്റെ ക്യൂബാണ് r³ എങ്കിൽ ഈ 6 ഈക്വൽ ടു 6 അല്ലേ? മീൻസ് r ഈസ് ഈക്വൽ ടു സ്പിയറിന്റെ റേഡിയസ് കിട്ടിയില്ലേ? 6. സ്പിയറിന്റെ റേഡിയസ് കിട്ടി 6. അപ്പം ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, അടുത്ത 6, 7, 8 3 എളുപ്പമായോണ്ട് ഒന്നിച്ചങ്ങ് എഴുതിയേ ഉള്ളൂ, വലിയ സ്ഥലവും വേണ്ട. ഓക്കെ, ഒറ്റയാനെ കണ്ടുപിടിക്കുക. ഒറ്റയാൻ. ഇപ്പൊ ഇതിനകത്ത് ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ റൗണ്ടിൽ നിങ്ങൾക്ക് കാണപ്പോഴേ അറിയാം. ഈ 168 എന്ന് പറഞ്ഞ ഒരു 8ന്റെ മൾട്ടിപ്പിൾ. ശരിയല്ലേ? 8 ഇൻറ്റു 8 2 16 1 21. 8 ഇൻറ്റു 21. ഈ 72 ആൾറെഡി 8ന്റെ മൾട്ടിപ്പിൾ. 8 ഇൻറ്റു 9 9 8 72 അല്ലേ? 24 ഒരു 8ന്റെ മൾട്ടിപ്പിൾ. 8 ഇൻറ്റു 3
ഓക്കെ, അപ്പൊ 8 × 3 24, 8 × 9 72, 8 × 21 168. പക്ഷെ ഈ 36 ഒരു 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇയാൾ ഒറ്റയാനാണ്, 36 ഒറ്റയാനാണ്. അപ്പൊ ഇത് 3 യഥാർത്ഥത്തിൽ ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നിങ്ങൾക്ക് 36 കറുപ്പിക്കാം. ഓക്കെ ആണേ. പിന്നെ പല ബന്ധങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്താന്ന് വെച്ചാ 8 3 24 അല്ലേ, നോക്കണം. ആൾറെഡി 24 ഒരു 24ന്റെ മൾട്ടിപ്പിൾ ആണ്. 24 × 1 എഴുതാം. 24 × 3 ആണ് 72. 8 3 24. 24 × 7 74 28, 7 2 14 15 16. അപ്പൊ 24 × 7 എന്ന് വെച്ചാൽ ഇത് മൂന്നും ആൾറെഡി 24ന്റെ മൾട്ടിപ്പിൾ ആണ്. 36 ഒരു 24ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെ ഒറ്റയാനാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ ഈ ഓപ്ഷൻ ആറിനകത്ത്, സോറി ക്വസ്റ്റ്യൻ ആറിനകത്ത്. ഓക്കെ, നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി എന്ന് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ കാണാത്തതുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ശരി, ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് നമ്മൾ പോകുന്നു. 0 6 24 60. സ്ഥിരമായി PSC റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ക്യൂബ് നമ്പറുകളെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നത്. 1ന്റെ ക്യൂബ് 1 ആണ്, 2ന്റെ ക്യൂബ് 2 ആണ്, 3ന്റെ ക്യൂബ് 27 ആണ്, 2ന്റെ ക്യൂബ് 2 8 ആണ്, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64 ആണ്, 5ന്റെ ക്യൂബ് 125 ആണ്. ഇങ്ങനെ പോകും. ഈ 1ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 0. അതാണ് ഈ കിടക്കുന്നത്. 2ന്റെ ക്യൂബ് 8 ആണ്, 8ൽ നിന്ന് 2 കുറച്ചാൽ നിങ്ങൾക്ക് 6 കിട്ടും. 2ന്റെ ക്യൂബ് 8 ആണ്, 8ൽ നിന്ന് 2 കുറച്ചാൽ 6 കിട്ടും. ആ 6 ആണ് ഈ കിടക്കുന്നത്. 3ന്റെ ക്യൂബ് 27 ആണ്, 27ൽ നിന്ന് 3 കുറച്ചാൽ എന്തിന്റെ ക്യൂബാണോ അത് തന്നെ കുറച്ചാൽ 27ൽ നിന്ന് 3 കുറച്ചാൽ നിങ്ങൾക്ക് 24 കിട്ടും. ആ 24 ആണ് ഈ കിടക്കുന്നത്. 4ന്റെ ക്യൂബ് 64 ആണ്, 64ൽ നിന്ന് 4 കുറച്ചാൽ നിങ്ങൾക്ക് 60 കിട്ടും. ആ 60 ആണ് ഈ കിടക്കുന്നത്. അതായത് 0 6 24 60. 1ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ച് 0, 2ന്റെ ക്യൂബ് 8, 8ൽ നിന്ന് 2 കുറച്ച് 6, 3ന്റെ ക്യൂബ് 27, 27ൽ നിന്ന് 3 കുറച്ച് 24, 4ന്റെ ക്യൂബ് 64, 64ൽ നിന്ന് 4 കുറച്ച് 60. ഇനി സ്വാഭാവികമായിട്ടും 5ന്റെ ക്യൂബ് 125 ആണ്, 5 കുറയ്ക്കണം. ഏതിന്റെ ക്യൂബാണോ അത് തന്നെ കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഉത്തരം 120 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ 120 ആണ്. ഓപ്ഷൻ ഡി ഉത്തരം. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 8ാമത്തെ ചോദ്യം. അടുത്ത 8ാമത്തെ ചോദ്യം WFB TGD QHG QHG. അടുത്ത വരുന്ന ചോദ്യം നമുക്ക് നോക്കിയാൽ ആദ്യത്തെ ലെറ്റർ നോക്കാം. 23. അതായത് W 23ാമത്തെ ലെറ്റർ A1 B2 C3 അങ്ങനെ പോകുമ്പോൾ W 23. T 20ാമത്തെ ലെറ്റർ അല്ലേ, 3 കുറഞ്ഞു. Q 17ാമത്തെ ലെറ്റർ അവിടെ 3 കുറഞ്ഞു. അപ്പൊ 23ൽ നിന്ന് 3 കുറയ്ക്കപ്പോൾ 20, 20ൽ നിന്ന് 3 കുറയ്ക്കപ്പോൾ 17. അപ്പൊ 17ൽ നിന്ന് 3 കുറച്ചോ 14. 14ാമത്തെ ലെറ്റർ N. അപ്പൊ N തുടങ്ങുന്ന ഓപ്ഷൻ എല്ലാം D ഒഴിച്ചു ബാക്കി എല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ അത്ര 8. ഇനി അടുത്തത് നമുക്ക് അടുത്ത ലെറ്റർ നോക്കാം. F 6ാമത്തെ ലെറ്റർ, G 7ാമത്തെ ലെറ്റർ, H 8ാമത്തെ ലെറ്റർ. 6 7 8. ഇനി അടുത്ത 9ാമത്തെ ലെറ്റർ I വരണം. അപ്പൊ I തുടങ്ങുന്ന 2 ഓപ്ഷൻ സിയും കൂടെ തൽക്കാലം വെട്ടാം. ഇനി B 2ാമത്തെ ലെറ്റർ. B എന്ന് പറഞ്ഞാൽ 2ാമത്തെ ലെറ്റർ. D എന്ന് പറഞ്ഞാൽ 4ാമത്തെ ലെറ്റർ. G എന്ന് പറഞ്ഞാൽ 7ാമത്തെ ലെറ്റർ. അപ്പൊ ഇവിടെ വരുന്ന ലെറ്റർ ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 4 7. 2 4 ആയി, എത്ര കൂടി? 2 കൂടി. 4 7 ആയി, എത്ര കൂടി? 3 കൂടി. അപ്പം 2 കൂടി 3 കൂടി. ഇനി സ്വാഭാവികമായിട്ട് 4 കൂടാ. 7 4 11 വരും. 11. 11ാമത്തെ ലെറ്റർ ആര്? K. അപ്പം ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ അല്ലേ. 9ാമത്തെ ചോദ്യം. 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാക്കുന്ന തീയതി ഏതെന്ന ചോദ്യം. ഓക്കെ, 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാക്കുന്ന തീയതി. എപ്പോഴും ആലോചിക്കണം, നമ്മൾ തുടങ്ങുന്നത് 6/9/2022 ആണ്. എപ്പോഴും ഒരു മാസം പൂർത്തീകരിക്കുന്നത്. ഇതിപ്പോ 9ാം മാസം. 9ാം മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സെപ്റ്റംബർ ആണോ? അല്ലേ. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പൊ സെപ്റ്റംബർ 6 തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും ഒരു മാസം പൂർത്തീകരിക്കുന്നത് സെപ്റ്റംബർ 6 തൊട്ട് അടുത്ത മാസം സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ 5 വരെയാണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ASMന്റെ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കുക. അതിന്റെ അവസാനം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ അവസാനം
10 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങ് തരുവാണ്. കഴിഞ്ഞ വട്ടവും ചോദിച്ചു, ഇപ്പോഴും ചോദിച്ച് ഒന്ന് പറയുവാണ്. സെപ്റ്റംബർ 6 തൊട്ട് നെക്സ്റ്റ് ഒക്ടോബർ 5 വരെ ആവുമ്പോഴേ അത് അടുത്ത ഒരു മാസം. പിന്നെ ഒക്ടോബർ 6 തൊട്ട് നവംബർ 5 വരെ അടുത്തൊരു മാസം. പിന്നെ നവംബർ 6 തൊട്ട് ഡിസംബർ 5 വരെ അടുത്തൊരു മാസം. അങ്ങനെ പൊക്കോണ്ടിരിക്കും. എന്തായാലും 5-ലാവുമ്പോഴാ മാസം കംപ്ലീറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഇതിന്റെ പ്രീവിയസ് തീയതിയിൽ എത്തപ്പോഴാ മാസം കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സെപ്റ്റംബർ 6 തൊട്ടാണ് തുടങ്ങുന്നത്. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ ഉണ്ട്. ഇത് ഇവിടെ എഴുതണമെന്നില്ല കേട്ടോ. പിന്നെ നവംബർ ഉണ്ട്. പിന്നെ ഡിസംബർ ഉണ്ട്. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2022 കഴിഞ്ഞ് 2023 കയറുവാണ്. ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ എത്ര മാസം പോകണമെന്നാ പറഞ്ഞത്? 8 മാസം. അപ്പൊ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോൾ 1, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ പോണം. മെയ് വരെ. അപ്പൊ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, മെയ് 5 വരെ ആവുമ്പം നമ്മുടെ 8 മാസം കംപ്ലീറ്റ് ആവും. ഇതൊരു മാസമല്ല. സെപ്റ്റംബർ 6 തൊട്ട് ഒക്ടോബർ വരെ. ഒക്ടോബറിൽ എത്തണം, എന്നാലേ ഒരു മാസം ആവത്തുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ മെയ് 5 വരെ ആവുമ്പോൾ 8 മാസമാവും. 8 മാസം. ഓക്കെ, അപ്പൊ 2023 മെയ്യിൽ ചെല്ലപ്പോൾ 8 മാസമാവും. മെയ് എന്ന് പറഞ്ഞാൽ 5-ാം മാസം. 8 മാസമാവും. അപ്പൊ മെയ് 5 കഴിഞ്ഞാ അപ്പൊ 8 മാസം കംപ്ലീറ്റ് ആയേ. 8 മാസം. ഇനി അടുത്ത മെയ് 5 വരെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളു. മെയ് 6 തൊട്ട് എത്ര ദിവസം പോകണം? 7 ദിവസം. അപ്പൊ 7 ദിവസം എഴുതിയാൽ മതി. 6 തൊട്ട് കൂട്ടിക്കോ. 6, 7, 8, 9, 10, 11, 12. 12-ാം തീയതി വരെ ആവും. 6 കഴിഞ്ഞ് 7, 8, 9, 10, 11, 12. 7 ദിവസമായില്ലേ? 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പം 2023 മെയ് മാസം 12 പോവും. അപ്പൊ 12/5/2023. ഇതാണ് നമ്മുടെ ഫൈനൽ ഉത്തരം. 12/5/2023. ഓപ്ഷൻ സി ഉത്തരം. ഓപ്ഷൻ സി 12/5/2023. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. 12/5/2023. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായല്ലോ. വളരെ ഈസിയാണേ. വളരെ ഈസി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എങ്ങനെ ഉത്തരം ചെയ്യുന്നതെന്ന് പറഞ്ഞു തരട്ടെ. നമുക്ക് 8 മാസം വേണം. അപ്പൊ നിങ്ങൾ 9 കഴിഞ്ഞ് 8 മാസം വരെ പെട്ടെന്ന് അങ്ങ് പോവാ. 9 കഴിഞ്ഞ് 10, 11, 12. പിന്നെ അടുത്ത വർഷത്തിലോട്ട് കയറുക. 1, 2, 3, 4, 5. 5-ാം മാസം പോകും. നെക്സ്റ്റ് 5-ാം മാസം. ഓക്കെ, 2023. പിന്നെ ഈ തീയതി തൊട്ട് നിങ്ങൾ 7 ദിവസം എടുത്താൽ മതി. എപ്പോഴും ഈ പറയുന്ന തീയതി തൊട്ട് 7 ദിവസം. അപ്പൊ 6, 7, 8, 9, 10, 11, 12. 7 ദിവസം 12 വരും. അപ്പൊ നമ്മുടെ ആൻസർ 12/5/2023. ഇത്രയേ ഉള്ളൂ. 12/5/2023. ക്ലിയർ അല്ലേ? അപ്പൊ ഓപ്ഷൻ സി നമ്മുടെ ആൻസർ. 10-ാമത്തെ ചോദ്യം. E=5, പെൻ E=35 എങ്കിൽ പേജിന്റെ വാല്യൂ എത്രയാണ് ചോദ്യം. E എന്ന് പറഞ്ഞാൽ 5. ഈ 5-ാമത്തെ ലെറ്റർ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഈ 5-ാമത്തെ ലെറ്റർ അല്ലേ? ABCDE. അപ്പൊ പെന്ന് P എത്രാമത്തെ ലെറ്ററാ? 16-ാമത്തെ ലെറ്ററാ. E 5-ാമത്തെ ലെറ്ററാ. N 14-ാമത്തെ ലെറ്ററാ. ഇത് മൂന്നോടൊന്ന് കൂട്ടി നോക്ക്. 35 കിട്ടുമെങ്കിൽ രക്ഷപ്പെട്ട്. 16, 14, 30 അല്ലേ? 35, 35 കിട്ടും. അങ്ങനെയാണെങ്കിൽ പേജിന്റെ ഇത് നോക്കാൻ എളുപ്പമല്ലേ? P 16-ാമത്തെ ലെറ്ററാ. A 1-ാമത്തെ ലെറ്ററാ. G 7-ാമത്തെ ലെറ്ററാ. E 5-ാമത്തെ ലെറ്ററാ. ഇതൊന്ന് ജസ്റ്റ് കൂട്ടിയാൽ മതി. ഓക്കെ, 16, 1, 17. 17, 7, 24. 24, 5 എത്ര? 29. 29. ഓക്കെ അല്ലേ? തീർന്ന്. ഓപ്ഷൻ ഡി ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ, ഇത്രയേ ഉള്ളു. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്ന്. കലണ്ടറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. ഒറ്റ നിമിഷം. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് കലണ്ടറിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിർത്തിക്കോ. ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതുക. ചുമ്മാ 18/4/2025 മുതൽ 7 മാസവും 8 ദിവസവും പൂർത്തിയാകുന്ന തീയതി നമുക്ക് കണ്ടെത്തണം. വളരെ ഈസിയാണ്. ഇതിന്റെ എളുപ്പവഴി ഞാനൊന്ന് ആദ്യം പറഞ്ഞുതരാം. അതായത് 7 മാസവും 8 ദിവസവും പൂർത്തീകരിക്കുന്ന തീയതി ഏതാന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 18/4/2025 അല്ലേ? ഈ 4 കഴിഞ്ഞിട്ട് അടുത്ത
അടുത്ത മാസം തൊട്ട് 7 മാസം, 7ാമത്തെ മാസം വരെ എണ്ണണം. അപ്പം 4ാം മാസമാണ്, 4 കഴിഞ്ഞ് 7ാമത്തെ എണ്ണണ്ടേ. ഓക്കെ, എളുപ്പവഴിയാ പറയുന്നത്. 4 കഴിഞ്ഞിട്ട് 5, 6, 7, 8, 9, 10, 11. അപ്പൊ 11/2025 എന്ന സ്ഥലത്ത് ചെല്ലും. ഇനി നമുക്കൊരു 8 ദിവസവും കൂടെ വേണം. 8 ദിവസം. ഓക്കെ, അത് ഈ തീയതി തൊട്ട് 8 എണ്ണം എടുക്കണം. എപ്പോഴും ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പം ഈ ഡേറ്റ് തൊട്ട് എടുത്തോണം. മാസം കാൽക്കുലേറ്റ് ചെയ്യപ്പം അടുത്ത മാസം തൊട്ട് എടുത്തോണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ചോദ്യത്തിലും ഉണ്ടായിരുന്നു, ഈ ചോദ്യത്തിലും ഉണ്ടായിരുന്നു. ഈ ഡേറ്റ് തൊട്ട് എടുത്തോണം. 18 തൊട്ട് എടുത്തോണം. അപ്പൊ 18, 19, 20, 21, 22, 23, 24, 25. അപ്പൊ 25 എന്ന തീയതി വരും. ഓക്കെ, അതായത് 18/4/2025 മുതൽ 7 മാസവും 8 ദിവസവും പൂർത്തീകരിക്കുന്ന തീയതി ഇതാണ് യഥാർത്ഥത്തിൽ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. 10/9/2010 മുതൽ 8 മാസവും 5 ദിവസവും പൂർത്തീകരിക്കുന്ന തീയതി നമുക്ക് എഴുതണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 9 കഴിഞ്ഞ് മാസം നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. മാസം നോക്കപ്പോഴേ നമുക്ക് വർഷം ഇടാന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ 9 മാസം കഴിഞ്ഞിട്ടുള്ള മാസം തൊട്ട് 8 മാസം പൂർത്തീകരിക്കണം. അപ്പൊ ഈ തീയതി മുതൽ 8 മാസവും 5 ദിവസവും പൂർത്തീകരിക്കുന്ന തീയതി നമ്മൾ എഴുതാൻ പോവാം. അപ്പൊ 9 കഴിഞ്ഞിട്ട് നിങ്ങൾ എണ്ണിക്കോ. 10, 11, 12. പിന്നെ അടുത്ത 12ാം മാസമാണ്. പിന്നെ അടുത്ത മാസത്തിലേക്ക് കയറുക. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമായി. 12ാം മാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ജനുവരിയാ. എന്നുവെച്ചാൽ 2010 നിന്ന് 2011 കയറി. ഓക്കെ, അപ്പം 9 കഴിഞ്ഞിട്ട് 10 എണ്ണുന്നത് നോക്കിക്കോണം. 9 കഴിഞ്ഞിട്ട് 10, 11, 12. 8 മാസം പോണ്ടേ. ഇപ്പൊ 8 വിരൽ ഉയരണം. 12 ആയേ. 1, 2, 3, 4, 5. അപ്പൊ അടുത്ത മാസം 5ാം മാസത്തിൽ പോകും. അടുത്ത വർഷമാണേ അത് 2011. അപ്പൊ 9, 10, 11, 12. വർഷം തീർന്ന് 2011 കയറി. 1, 2, 3, 4, 5. ഇപ്പൊ 8 മാസമായി. ഇനി നമുക്ക് ഒരു 5 ദിവസവും കൂടെ മുൻപോട്ട് പോകണം. 5 ദിവസവും കൂടെ. ഈ 10 തൊട്ട് 5 ദിവസം പോകണം. 10, 11, 12, 13, 14. 14 എന്ന് 8. ഇത്രയുള്ളൂ കഥ. സംഭവം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതെന്തുകൊണ്ടാണ് എന്നൊന്ന് പറഞ്ഞു തരട്ടെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞേ, ഒന്നുകൂടെ പറയാം. ഒരു പൊതു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ജൂലൈ 10 തൊട്ട് നെക്സ്റ്റ് ജൂലൈ കഴിഞ്ഞ പിന്നെ അടുത്ത ആളാരാ? ഓഗസ്റ്റ് 10 വരെ യഥാർത്ഥത്തിൽ 1 മാസവും 1 ദിവസവും ഉള്ളത്. ജൂലൈ 10 തൊട്ട് നെക്സ്റ്റ് മാസം ഓഗസ്റ്റ് 9 വരെ ആവുമ്പോഴാണ് 1 മാസം ആവുന്നത്. ജൂലൈ 10 തൊട്ട് ഓഗസ്റ്റ് 9 വരെ ആവുമ്പോഴാണ് 1 മാസം ആവുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വിശദമായി നോക്കാം. ഓക്കെ, ചോദ്യം ഇന്നതാണ്. ചോദ്യം ഇതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. 10/9/2010 മുതൽ 8 മാസവും 5 ദിവസവും പൂർത്തീകരിക്കുന്ന തീയതി ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ 2010 9ാം മാസം. 9ാം മാസം എന്ന് പറഞ്ഞാൽ ആരാ? 9 സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ മാസം 10 തൊട്ട് നെക്സ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞ ആരാ? ഒക്ടോബർ 9 വരെ 1 മാസമാവും. 8 മാസമാണ് വേണ്ടുന്നത്. പിന്നെ ഒക്ടോബർ 9 വരെ ഞാൻ നോക്കിക്കഴിഞ്ഞ് ഒക്ടോബർ 10 തൊട്ട് നവംബർ 9 വരെ വീണ്ടും 1 മാസം വരും. ഇനി അടുത്ത നവംബർ 9 വരെ നോക്കിക്കഴിഞ്ഞ് നവംബർ 10 തൊട്ട് ഡിസംബർ 9 വരെ എപ്പോഴും പ്രീവിയസ് ഡേ എത്തപ്പോഴാ 1 മാസം കംപ്ലീറ്റ് ആവുന്നത്. അടുത്ത 1 മാസം വരും. പിന്നെ ഡിസംബർ 9 വരെ നോക്കിക്കഴിഞ്ഞ് ഡിസംബർ 10 തൊട്ട് നെക്സ്റ്റ് ഇയറിലോട്ട് കയറുക. 2010 ഡിസംബർ 10 തൊട്ട് 2011 ജനുവരി 9 വരെ 1 മാസം വരും. ഇപ്പൊ നമുക്ക് 4 മാസേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത 2011 തന്നെ ജനുവരി 9 വരെ നോക്കിക്കഴിഞ്ഞ് ജനുവരി 10 തൊട്ട് 2011 ജനുവരി കഴിഞ്ഞ പിന്നെ ആരാ? ഫെബ്രുവരി 9 വരെ 1 മാസം വരും. ഇനി അടുത്ത 2011 ഫെബ്രുവരി 10 തൊട്ട് 2011 ഫെബ്രുവരി കഴിഞ്ഞ പിന്നെ ആര്? മാർച്ച് 9 വരെ വീണ്ടും 1 മാസം വരും. ഇപ്പൊ എത്ര മാസമായി?
1, 2, 3, 4, 5, 6 മാസമേ ആയിട്ടുള്ളൂ. ഇനി 2 എണ്ണം കൂടെ പോണം. ഇനി 2011 മാർച്ച് കഴിഞ്ഞ പിന്നെ ആര്? മാർച്ച് 10 തൊട്ട് 2011 മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ 9 വരെ വീണ്ടും ഒരു മാസം വരും. ഇനി അടുത്തത് 2011 ഏപ്രിൽ 10 തൊട്ട് 2011 മെയ് 9 വരെ വീണ്ടും ഒരു മാസം വരും. ഇപ്പൊ എത്ര മാസമായി? 1, 2, 3, 4, 5, 6, 7, 8 8 മാസമായി. 8 മാസം പൂർത്തീകരിക്കുന്നത് ഈ ഡേറ്റിലാണ്. പക്ഷേ നമുക്ക് 8 മാസവും 5 ദിവസവും കൂടെ വരണം. ഇനി ഒരു 5 ദിവസം കൂടെ എഴുതണം. 2011 മെയ് 9 വരെ ഞാൻ നോക്കിക്കഴിഞ്ഞു. മെയ് 9 വരെ. അപ്പൊ മെയ് 9 കഴിഞ്ഞാൽ ഇനി മെയ് 10 തൊട്ട് തുടങ്ങുക. മെയ് 10, മെയ് 11, 12, 13, 14 5 ദിവസമല്ലേ? 1, 2, 3, 4, 5 5 ദിവസം. അപ്പം 8 മാസവും 5 ദിവസവും പൂർത്തീകരിക്കുന്നത് മെയ് 14 ആവുമ്പോഴാണ്. ഏത് വർഷം? 2011. അതാണ് നമുക്കിവിടെ കിട്ടിയിരുന്നത്. ഓക്കെ, മെയ് 14, അതായത് 14 മെയ് എന്ന് പറഞ്ഞാൽ 5-ാം മാസം 2011. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു. ഇനി അടുത്ത ഒരു പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങൾ ഒരു മാസം 30 ദിവസമുള്ള ജൂൺ ആയാലും 31 ദിവസമുള്ള ജൂലൈ ആയാലും ഇതിനെ മാസം എന്ന് തന്നെയാണ് പറയുന്നത്. ദിവസം കൂടിയോ കുറഞ്ഞോ, ദിവസം എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ 30, 31, 29 ഒക്കെ വരുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി അല്ലെങ്കിൽ വേണ്ട, ഫെബ്രുവരി 1 തൊട്ട് മാർച്ച് 1 വരെ നിങ്ങൾ നോക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മാസവും ഒരു ദിവസവും ഉണ്ട് അവിടെ. ഉണ്ട്. ഫെബ്രുവരി 1 തൊട്ട് മാർച്ച് 1 വരെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു മാസം. ഫെബ്രുവരി എന്ന ഒരു മാസമുണ്ട്, പിന്നെ മാർച്ച് 1 എന്ന അടുത്ത ദിവസമുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടെ, ജൂൺ 1 തൊട്ട് ജൂലൈ 1 വരെ നിങ്ങൾ നോക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മാസവും ഒരു ദിവസവും ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ഈ ജൂലൈ 1ന്റെ പ്രീവിയസ് എത്ര? ജൂൺ 30. ആ ജൂൺ 30 വരെ ആവുമ്പോഴാണ് ഒരു മാസം ആവുന്നത്. ജൂൺ 1 തൊട്ട് ജൂൺ 30 വരെ ആവുമ്പോൾ ഒരു മാസമാണ്. ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി 28 ഉള്ളു ആ മാസത്തിൽ. ആ മാസത്തിന്റെ പ്രത്യേകത അത്. പക്ഷെ അതിന്റെ പേര് മാസമൊന്നും തന്നെ. അപ്പൊ ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി 28 വരെ ഒരു മാസമാണ്. മനസ്സിലായോ? നിങ്ങൾ ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി 28 വരെയും കുളിച്ചില്ല, നിങ്ങൾ ഒരു മാസം കുളിച്ചിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ ഫെബ്രുവരി 1 തൊട്ട് മാർച്ച് 2 വരെ കുളിച്ചില്ല, നിങ്ങൾ ഒരു മാസവും 2 ദിവസവും കുളിച്ചില്ല. അങ്ങനെ പറയും. പക്ഷെ 30 ദിവസം നിങ്ങൾ കുളിക്കാതിരുന്നോട്, പക്ഷെ നിങ്ങൾ ഒരു മാസവും 2 ദിവസവും കുളിച്ചിട്ടില്ല. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ 30 ദിവസം കുളിക്കാതിരുന്നോളൂ. ഫെബ്രുവരി 1 തൊട്ട് മാർച്ച് 2 വരെ കുളിച്ചില്ല എന്ന് വെച്ചാൽ ഫെബ്രുവരി 1 തൊട്ട് മാർച്ച് 2 വരെ കുളിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഫെബ്രുവരി 1 തൊട്ട് മാർച്ച് 2 വരെ കുളിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫെബ്രുവരി ഫുൾ മാസം നിങ്ങൾ കുളിച്ചില്ല. അപ്പോൾ ഒരു മാസം നിങ്ങൾ കുളിച്ചിട്ടില്ല. പിന്നെ മാർച്ച് 2, ഫെബ്രുവരി കഴിഞ്ഞ മാർച്ച്, ആ 2 ദിവസവും നിങ്ങൾ കുളിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഒരു മാസം 2 ദിവസം നിങ്ങൾ കുളിച്ചിട്ടില്ല. ഓക്കെ, വേറൊരാള്, അപ്പൊ ഒരു മാസം 2 ദിവസം നിങ്ങൾ കുളിച്ചിട്ടില്ലേ? വേറൊരാള് ജൂലൈ 1 തൊട്ട് ജൂലൈ 30 വരെ കുളിച്ചില്ല. അയാൾ ഒരു മാസം ഫുള്ള് കുളിച്ചില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അയാൾ 30 ദിവസമേ കുളിക്കാതിരുന്നോള്. പക്ഷെ അയാൾ ഒരു മാസം ഫുള്ള് കുളിച്ചില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അയാൾ ഒരു മാസം ഫുള്ള് കുളിക്കാതിരിക്കണമെങ്കിൽ ആ ജൂലൈ 31 കൂടെ അയാൾ കുളിക്കാതിരിക്കണമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ജൂലൈ 1 തൊട്ട് ജൂലൈ 30 വരെ എന്ന് പറഞ്ഞ ഒരു മാസം അല്ല. ആ ഒരു മാസം പൂർത്തിയായിരിക്കണമെങ്കിൽ ഇനി ഒരു ദിവസം കൂടെ വേണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന്റെ എളുപ്പവഴി ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളേ. അപ്പോൾ നിർത്തുവാണ്ട് വീണ്ടും കാണാം.